إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയ ഈ ദീൻ, അതിലേക്ക് പിൽക്കാലത്ത് കൊണ്ടുവന്ന, അതിലേക്ക് ചേർക്കപ്പെട്ട കാര്യങ്ങളാണ് ബിദ്അത്തുകൾ എന്ന് നാം മനസ്സിലാക്കിയതാണ്. ആ ബിദ്അത്തുകൾ മുസ്ലിം ഉമ്മത്തിൽ വ്യാപിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണങ്ങൾ, ആ ബിദ്അത്തുകൾ മുസ്ലിം ഉമ്മത്തിൽ വേരുറപ്പിക്കാനുണ്ടായ ചില മാർഗങ്ങൾ, അതിനുള്ള കാരണങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള ഈ ബിദ്അത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള, അതിൽ നിന്നും മാറി നിൽക്കാനുള്ള മാർഗങ്ങൾ, അതിനെക്കുറിച്ചും നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകൾ വ്യാപിക്കാനുള്ള കാരണങ്ങൾ, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് മൊത്തത്തിൽ നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ പണ്ഡിതന്മാർ ഓരോന്നായി വിശദീകരിച്ച് പറഞ്ഞതായി കാണാം. ഒന്നാമത്തേത് തലബുൽ ഇൽമി ശർഈ, ദീനിയായ വിജ്ഞാനം നീ പഠിക്കുക, അത് അന്വേഷിക്കുക എന്നുള്ള കാര്യമാണ്. നിന്റെ അജ്ഞത മാറുന്ന തരത്തിൽ, ജഹ്ല് നിന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്ന രൂപത്തിൽ ദീനിൻ്റെ വിജ്ഞാനം നീ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ദീനിൻ്റെ വിജ്ഞാനങ്ങൾ പഠിക്കുന്നതോടെ ഒരു വ്യക്തിക്ക് അവന് സത്യമേതാണ് അസത്യമേതാണ് എന്നവന് വ്യക്തമാകുന്നതാണ്. അന്ധകാരവും വെളിച്ചവും അവന് വേർതിരിയുന്നത് പോലെ ബിദ്അത്തിൽ നിന്ന് സുന്നത്തിനെ അവർക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കക്ഷികൾ അവർ കൊണ്ടുവരുന്ന സംശയങ്ങൾ, അവർ കൊണ്ടുവരുന്ന ശുബ്ഹാത്തുകൾ, അതൊക്കെ ഇൽമുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒന്നാമത്തെ മാർഗം അത് ഇൽമു പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തേത് ഇത്തിബാഉസ് സുന്നഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അവിടുന്ന് അനുധാവനം ചെയ്യുക, അത് മുറുകെ പിടിക്കുക, അത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കുക, അനുവർത്തിക്കുക എന്നുള്ളതാണ്. സുന്നത്ത് എത്രമാത്രം മുറുകെ പിടിക്കുന്നുവോ അത്രമാത്രം അവൻ ബിദ്അത്തിൽ നിന്നും അകലെയായിരിക്കും, ദൂരെയായിരിക്കും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ബിദ്അത്തുകൾ അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അത് വളരെ ഗോപ്യമായിരുന്നു, ആർക്കും അതിനെക്കുറിച്ച് അറിയുമായിരുന്നില്ല. എന്നാൽ സുന്നത്തിൻ്റെ ആളുകൾ ആ സുന്നത്തിനെ അനുധാവനം ചെയ്യാതെ വന്നപ്പോൾ, ആ സുന്നത്തിനെ പ്രചരിപ്പിക്കാതെ വന്നപ്പോൾ അതാ ബിദ്അത്തുകൾ അത് ശക്തി പ്രാപിക്കുകയാണ്, അത് നാട്ടിൽ വേരുറപ്പിക്കുകയാണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സുന്നത്തിന്റെ വക്താക്കൾ അവർ ആ സുന്നത്ത് പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നതിന്റെ പ്രാധാന്യമാണ്, അതിലേക്കാണ് ഇത് വിളിച്ചോതുന്നത്. മൂന്നാമത്തെ മാർഗമാണ് ഇത്തിബാഉ മദ്ഹബി സലഫ്, സലഫുകളുടെ മാർഗം അത് മുറുകെ പിടിക്കുക, അതിനെ പിൻപറ്റുക എന്നതാണ്. ഒരാളുടെ ദീനിൽ അത് സുരക്ഷിതമാകാനുള്ള ഏറ്റവും നല്ല വഴി, ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് അത് പൂർവ്വസൂരികളായ നമ്മുടെ മുൻഗാമികൾ സലഫുകൾ അവരെ പിൻപറ്റുന്നതിലാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മദ്ഹബുസ് സലഫി അസ്ലമു വ അഅലമു വ അഹ്കം, സലഫുകളുടെ മാർഗമാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതുപോലെ തന്നെ സലഫുകളുടെ മാർഗമാണ് ഏറ്റവും അഅലം, അറിവുള്ള മാർഗം. ഖുർആനിനെയും സുന്നത്തിനെയും ഏറ്റവും നല്ല രീതിയിൽ അറിയുകയും പഠിക്കുകയും ചെയ്തവർ അവർ സലഫുകളാണ്. വ അഹ്കം, അതുപോലെ തന്നെ ഏറ്റവും യുക്തിനിഷ്ഠമായ മാർഗം എന്ന് പറയുന്നത് അത് സലഫുകളുടെ മാർഗമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് സലഫുകൾ? ഈ ഉമ്മത്തിലെ ആദ്യത്തെ 3 തലമുറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും വിശിഷ്ടമായ ഉത്തമ തലമുറയാണെന്നും റസൂലുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത വിഭാഗമാണ് അവർ. സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളുമാണ് അവരെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ സലഫുകളുടെ കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളവർ, അതിന്റെ പ്രഥമ സ്ഥാനത്തുള്ളവർ അവർ സഹാബത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഖുർആനും സുന്നത്തും അൽ കിതാബു വസ്സുന്നത്തു അലാ ഫഹ്മി സലഫിൽ ഉമ്മ, ഖുർആനും സുന്നത്തും അത് സലഫുൽ ഉമ്മ, സഹാബത്ത് അവരെങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെയാണ് നാം മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, فإن أولئك قد شاهدوا الرسول والتنزيل, കാരണം സഹാബത്ത് സലഫുകൾ അവർ റസൂലിനെ നേരിട്ട് കണ്ടവരാണ്, ഖുർആൻ അവതരണത്തിനും അവർ സാക്ഷിയായവരാണ്. വഹും അദ്റാ ബിമാ നസല ബിഹിൽ അമീനു ജിബ്രീൽ
അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് നൽകിയ വഹീനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നവർ അവർ സഹാബത്താണ്. റസൂലിൽ നിന്ന് നേരിട്ട് ദീൻ പഠിക്കുകയും തങ്ങളുടെ സംശയങ്ങൾ അത് റസൂലിൽ നിന്ന് ദൂരീകരിക്കുകയും ചെയ്ത സഹാബത്ത് അവരുടെ ഫഹ്മിനെ, അവരുടെ അഭിപ്രായത്തെ, അവർ ഐക്യകണ്ഠേന പറഞ്ഞ കാര്യത്തെ അത് നമ്മുടെ പ്രമാണമാണ്, അത് നമ്മുടെ തെളിവ് തന്നെയാണ്. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായ മാർഗം എന്ന് പറയുന്നത് അത് സലഫുകളുടെ സഹാബത്തിന്റെ മാർഗത്തെ പിടിക്കലാണ്, എന്ന് ചേർത്ത് പിടിക്കലാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ബിദ്അത്തുകാരോട് ഏത് ബിദ്അത്തായിക്കൊള്ളട്ടെ, അവൻ ബിദ്അത്തുമായി കടന്നു വരുമ്പോൾ അവനോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ ആയത്ത്, ഈ ഹദീസ് അതേത് സഹാബിയാണ് ഇപ്രകാരം മനസ്സിലാക്കിയത്, ഏത് സഹാബിയാണ് അതനുസരിച്ച് ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ അനുഷ്ഠിച്ചത് എന്നൊരൊറ്റ ചോദ്യം മതി എല്ലാ ബിദ്അത്തുകളും അതില്ലാതാകുവാൻ, അത് തകർന്നടിയുവാൻ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ചിലർ പറഞ്ഞു വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്, എല്ലാ നന്മയും കുടികൊള്ളുന്നത് സലഫുകളെ പിൻപറ്റുന്നതിലാണ്, സഹാബത്തിനെയും താബിഈങ്ങളെയും അത്ബാഉ താബിഈങ്ങളെയും അവരെ പിൻപറ്റുന്നതിലാണ്. എന്നാൽ എല്ലാ ശർറും എല്ലാ തിന്മയും കുടികൊള്ളുന്നതും പിൽക്കാലക്കാർ ഉണ്ടാക്കിയ ബിദ്അത്തുകളിലാണ് എന്ന് അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സലഫിന്റെ മാർഗത്തെ നാം മുറുകെ പിടിക്കുക, അത് ബിദ്അത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ്. നാലാമതായി പണ്ഡിതന്മാർ പറഞ്ഞു തർക്കുൽ ജിദാലി വൽ മിറാഇ ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ തർക്കങ്ങൾ ഒഴിവാക്കുക, തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് അത് നാം പാടെ ഒഴിവാക്കേണ്ടതുണ്ട്. അനാവശ്യമായ സംസാരങ്ങൾ, അനാവശ്യമായ ചോദ്യങ്ങൾ അതൊരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഗൈബിയായ വിഷയങ്ങളിൽ അല്ലാഹുവും അവന്റെ റസൂലും എവിടെ പറഞ്ഞുവോ അവിടെ നിൽക്കുക. അതിനപ്പുറമായി കൈഫ് എന്നുള്ള ചോദ്യം, അതിന്റെ രൂപം എങ്ങനെയാണ്, അതെങ്ങനെയാണ് അങ്ങനെയായത് എന്നുള്ള ചോദ്യങ്ങളൊന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അർ റഹ്മാനു അലൽ അർശി ഇസ്തവ, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ ആരോഹനായിരിക്കുന്നു എന്ന് അല്ലാഹു പറയുകയാണ്. ആ സന്ദർഭത്തിൽ അതാ ചില ആളുകൾ ഇമാം മാലിക്കിനോട് വന്ന് ചോദിക്കുകയാണ് കൈഫ ഇസ്തവ അല്ലാഹു അലൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തതിന്റെ രൂപം എങ്ങനെയാണ്, അതെങ്ങനെയാണെന്ന് അവർ ചോദിക്കുകയാണ്. ഇമാം അവറുകൾ അദ്ദേഹം കുറേ നേരം തല താഴ്ത്തുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം തല ഉയർത്തിക്കൊണ്ട് പറയുകയാണ് അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവാ എന്നാൽ അതിന്റെ അർത്ഥം എല്ലാവർക്കും അറിയുന്നതാണ്, അതിന്റെ ഭാഷാപരമായുള്ള അർത്ഥം അതറിയപ്പെട്ട കാര്യമാണ്. വൽ കൈഫു മജ്ഹൂലുൻ, എന്നാൽ ഇസ്തിവാഇന്റെ രൂപം അത് നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല, അതിന്റെ രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലാഹുവോ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. വൽ ഈമാനു ബിഹി വാജിബുൻ, എന്നാൽ അതിനെക്കുറിച്ച് വിശ്വസിക്കൽ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മേൽ നിർബന്ധമാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് അത് ബിദ്അത്താണ് എന്നവർ ഇമാം അവറുകൾ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, തർക്കങ്ങൾ അത് നാം ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ദീനിന്റെ വിഷയത്തിൽ തർക്കിക്കാനായി നടക്കുന്ന ചില ആളുകളുണ്ട്, അത്തരക്കാരോട് നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്നു ലാ തുജാലിസു അഹ്ലൽ അഹ്വാഇ, ബിദ്അത്തുകാരോടൊപ്പം, തന്നിഷ്ടക്കാരോടൊപ്പം നീ അവരുടെ കൂടെ സഹവസിക്കാൻ പാടില്ല. വലാ തുജാദിലൂഹും, അവരോട് നീ തർക്കിക്കാൻ പാടില്ല. വലാ തസ്മഉ മിൻഹും, അവരിൽ നിന്നും നീ യാതൊന്നും തന്നെ കേൾക്കാനും പാടില്ല എന്ന് ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. ഒരിക്കൽ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ആ സമയത്ത് അബുൽ ജുവൈരിയ എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികളിൽപ്പെട്ട ഒരാൾ ഇമാമിന്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു യാ അബാ അബ്ദില്ലാ, ഇമാം മാലിക്കിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് മിന്നി ശൈഅൻ ഉകല്ലിമുക ബിഹി, ഞാൻ പറയുന്നത് താങ്കൾ അല്പം ഒന്ന് കേൾക്കൂ. വഉഹാജുക, ഞാൻ താങ്കളുമായി വാദപ്രതിവാദം നടത്താം. വഉഖ്ബിറുക ബിറഅയി, ഞാൻ എൻ്റെ അഭിപ്രായം താങ്കളോട് പറയാം. അങ്ങനെയാണ് ബിദ്അത്തിന്റെ കക്ഷികൾ, അവരങ്ങനെയാണ് നമ്മെ സമീപിക്കാറുള്ളത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, നീ ഒന്ന് കേട്ടു നോക്കും, നീ അത് പിൻപറ്റണമെന്നും ഞാൻ പറയുന്നില്ല, നീ ഒന്ന് കേട്ടാൽ മതി എന്ന നിലയ്ക്ക് ബിദ്അത്തിന്റെ കക്ഷികൾ തർക്കിക്കുന്നതിനായി, വാദപ്രതിവാദങ്ങൾക്കായി നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നതാണ്. ആ സമയത്ത് ഇമാം അവറുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഫഇൻ ഗലബ്തനി, നീ എന്നെ സംസാരത്തിലൂടെ, നിന്റെ സംസാര വൈഭവത്തിലൂടെ നീ എന്നെ കീഴ്മറിച്ചാൽ, നീ വിജയിച്ചാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ ആ വന്ന വ്യക്തി അബുൽ ജുവൈരിയ എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷി അദ്ദേഹം പറയുകയാണ് ഞാൻ താങ്കളോട് വിജയിച്ചാൽ, ഞാൻ സംസാരത്തിൽ ഞാൻ വിജയിച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. ആ സമയത്ത് ഇമാം അവറുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ്, നമ്മിലേക്ക് മൂന്നാമതായി ഒരാൾ കടന്നു വരികയാണ്. എന്നിട്ട് ആ മൂന്നാമത് കടന്നു വന്ന വ്യക്തി അദ്ദേഹം നമ്മൾ രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ വാക്ചാരുത കൊണ്ടും അദ്ദേഹത്തിന്റെ സംസാര വൈഭവം കൊണ്ടും നമ്മൾ രണ്ടുപേരെയും തോൽപ്പിച്ചു എന്ന് വിചാരിക്കുക, അദ്ദേഹം വിജയിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ആ ബിദ്അത്തിന്റെ കക്ഷി പറഞ്ഞു നമ്മൾ ആ മൂന്നാമത് വന്ന വ്യക്തിയെ നമ്മൾ പിന്തുടരുന്നതാണ്. ആ സന്ദർഭത്തിൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു
യാ അബ്ദല്ലാഹ്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ബഅസല്ലാഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിദീനിൻ വാഹിദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ നിയോഗിച്ചിരിക്കുന്നത് ഒരൊറ്റ ദീനുമായിട്ടാണ്. വഅറാക തൻതഖിലു മിൻ ദീനിൻ ഇലാ ദീൻ, എന്നാൽ നീയാകട്ടെ ഒരു ദീനിൽ നിന്നും മറ്റൊരു ദീനിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്ന് ഇമാം അവറുകൾ അദ്ദേഹത്തോട് പറഞ്ഞതായി കാണാം. ഇത് പൊതുവെ നമുക്ക് കണ്ടുവരുന്ന കാര്യമാണ്. തർക്കിക്കുന്ന ആളുകൾ, ദീനിന്റെ വിഷയത്തിൽ ആവശ്യമില്ലാതെ തർക്കിക്കുന്നവർ, സംസാരിക്കുന്ന ആളുകൾ, അവർക്കൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഇന്നൊരു അഭിപ്രായമാണ്, നാളെ മറ്റൊരു അഭിപ്രായമാണ്. കുറെ കഴിയുമ്പോൾ അവന് തന്നെ തോന്നും എൻ്റെ അഭിപ്രായം അത് ശരിയല്ലല്ലോ എന്ന് തോന്നും. എന്നിട്ട് വീണ്ടും അവനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായി കാണാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ ദീനിന്റെ വിഷയത്തിലുള്ള അനാവശ്യമായ തർക്കകുതർക്കങ്ങൾ അത് നാം ഒഴിവാക്കേണ്ടതാണ്. അത് ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രധാനപ്പെട്ട മാർഗമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അഞ്ചാമത്തെ മാർഗമാണ് അദ്ദുആഉ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുക, അവരോട് സഹായം ചോദിക്കുക എന്നുള്ളതാണ്. ബിദ്അത്തിന്റെ മാർഗത്തിൽ നിന്നും ബിദ്അത്തിന്റെ വഴികളിൽ നിന്നും അതിന് മാറാനുള്ള പരിശ്രമങ്ങൾ നാം നടത്തുന്നതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി നമ്മൾ സഹായം ചോദിക്കേണ്ടതുണ്ട്. അല്ലാഹു സഹായിച്ചാലല്ലാതെ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ടല്ലാതെ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കൊരാൾക്കും കഴിയില്ല. എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ ശ്രേഷ്ഠത കൊണ്ടും എൻ്റെ തറവാട് കൊണ്ടും ബിദ്അത്തിൽ നിന്ന് സുന്നത്തിന്റെ മാർഗത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നവനാകും എന്ന ആത്മവിശ്വാസമൊന്നും നമ്മെ വഞ്ചിക്കാൻ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ സുന്നത്തിന്റെ മാർഗത്തിൽ നമുക്ക് പ്രവേശിക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. വിശുദ്ധ ഖുർആനിൽ നാം ദിവസേന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, സിറാത്തുൽ മുസ്തഖീമിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, വഹാദാ അഫ്ദലുൽ അദ്ഇയ, പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗം, ബിദ്അത്തുകളില്ലാത്ത, ശിർക്കില്ലാത്ത, കുഫ്റില്ലാത്ത മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഔജബഹ അലൽ ഇബാദ്, ഈ പ്രാർത്ഥന അത് എല്ലാ നേരത്തും എല്ലാ സമയത്തും നമസ്കരിക്കുന്ന വേളയിൽ അത് പ്രാർത്ഥിക്കണമെന്ന് അള്ളാഹു അവന്റെ അടിമകളുടെ മേൽ നിർബന്ധമാക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ആരെങ്കിലും ഈ പ്രാർത്ഥന അത് സത്യസന്ധമായി ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഹുദയുടെ മാർഗത്തിൽ, നേരിന്റെ മാർഗത്തിൽ അവനെ അടിയുറച്ച് നിർത്തുന്നതാണ് എന്ന് മഹാനായ ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എത്രയോ പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടുന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുമ്മ ഹ്ദിനി വസദ്ദിദ്നി, അല്ലാഹുവേ എന്നെ ഹിദായത്തിലാക്കണമേ, നേരിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിനായി സഹാബത്തിന് റസൂലുള്ളാഹി അവിടുന്ന് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കുന്ന വേളയിൽ അവിടുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ റബ്ബ ജബ്രായീല വമീകാഈല വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് ആലിമൽ ഗൈബി വശഹാദ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട്, അല്ലാഹുവെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ഇഖ്തലഫ ഫീഹി മിനൽ ഹഖ് ബിഇദ്നിക ഇന്നക തഹ്ദി മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഈ പ്രാർത്ഥനകൾ അത് നാം പഠിക്കേണ്ടതുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. നാം പ്രത്യേകം ശ്രദ്ധിക്കുക, പഠിക്കുക. ബിദ്അത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ആറാമത്തെ മാർഗമായി പണ്ഡിതന്മാർ പറയുന്നു ഖുതൂറത്തുൽ ബിദ്അ, ബിദ്അത്തിന്റെ അപകടങ്ങൾ, ആ ബിദ്അത്ത് കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ച് അറിയുക, അതിനെക്കുറിച്ച് പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബിദ്അത്തുകൾ അതൊരു വ്യക്തിയുടെ ദീനിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്രയാണ് അതിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരാൾ അവൻ സ്വാഭാവികമായും ആ ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ്. ബിദ്അത്തിന്റെ അപകടങ്ങൾ അത് എണ്ണിയാലൊടുങ്ങാത്ത അപകടങ്ങളാണ്. അതിൽ ചിലത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഒന്നാമത്തെ അപകടമാണ് അൽ ബിദ്അതു കുല്ലുഹാ ളലാലത്തുൻ, ബിദ്അത്തുകൾ അത് മുഴുവൻ വഴികേട് തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദീനിലേക്ക് പുതുതായി കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും അത് വഴികേട് തന്നെയാണ്. റസൂലിനോ സഹാബത്തിനോ പരിചയമില്ലാത്ത ഏത് കാര്യമാകട്ടെ അത് ദീനിലേക്ക് കൊണ്ടുവന്നതാണെങ്കിൽ, ദീനായി ആചരിക്കുന്നതാണെങ്കിൽ അത് മുഴുവൻ വഴികേട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ പറയാറുണ്ട്, വശറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും മോശമായത് അത് പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ദീനിലേക്ക് പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ബിദ്അത്താകുന്നു. വകുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും അത് വഴികേടാണ്. വകുല്ല ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തുകളും അത് നരകത്തിലാണ്, അത് നരകത്തിലേക്ക് നമ്മെ നയിക്കുന്ന കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ പറയാറുണ്ട് എന്ന് സഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദീനിലേക്ക് കടത്തപ്പെട്ട ബിദ്അത്തുകൾ അതിൽ നല്ലതുണ്ട് ചീത്തയുണ്ട് എന്നിങ്ങനെ വേർതിരിക്കുന്നത് അത് ശരിയല്ല. കാരണം റസൂലുള്ളാഹി പറയുന്നതും എല്ലാ ബിദ്അത്തും വഴികേടാണെന്നാണ്. പിന്നെ എങ്ങനെയാണ് അതിൽ നല്ലതെന്നും ചീത്തയെന്നും പറഞ്ഞ് വേർതിരിക്കാൻ സാധിക്കുക? അതൊരിക്കലും ശരിയല്ല എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തുകൾ അത് മുഴുവൻ വഴികേട് തന്നെയാണ്. ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ, ആ ബിദ്അത്തിന്റെ വക്താക്കൾ അത് നല്ലതാണ്, അത് നല്ലതല്ലേ എന്ന് വാദിച്ചാലും ആ ബിദ്അത്തുകൾ പൂർണ്ണമായും വഴികേട് തന്നെയാണ്. ഒരിക്കൽ
കൂഫയിൽ, അങ്ങ് ഇറാഖിൽ സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ആ കൂഫയിലെ ഒരു പള്ളിയിൽ കുറെ ആളുകൾ കടന്നു വരികയാണ്. എന്നിട്ട് അവർ പള്ളിയിൽ ധാരാളം ആളുകൾ ഇങ്ങനെ വട്ടത്തിലിരിക്കുകയാണ്. ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കുകയാണ്. ഓരോ ഹൽക്കയിലും ഓരോ വട്ടത്തിലും മധ്യത്തിൽ ഒരാളുണ്ട്. ആ മധ്യത്തിലിരിക്കുന്ന ആൾ അവരോട് പറയുന്നു, കബ്ബിറൂ മിഅ, ഹല്ലിലൂ മിഅ, സബ്ബിഹൂ മിഅ. 100 തവണ അല്ലാഹു അക്ബർ പറയുക, 100 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, 100 തവണ സുബ്ഹാനല്ലാഹ് പറയുക. അങ്ങനെ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾ, ആ ദിക്ർ ഹൽക്കയിൽ ഇരിക്കുന്ന ആളുകൾ, അവരൊക്കെ അവരുടെ കയ്യിലുള്ള ചെറിയ കല്ലുകൾ കൊണ്ട് 100 തവണ ഇങ്ങനെ എണ്ണം പിടിക്കുകയാണ്. ഈ വാർത്ത, ഈ സംഭവം മഹാനായ സഹാബി അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നേരിട്ട് കാണുകയാണ്. അദ്ദേഹം അതാ അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തോട് കാര്യം അറിയിക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കടന്നു വന്നുകൊണ്ട് ആ പള്ളിയിലുള്ള ആളുകളോട് പറയുകയാണ്, വൈഹകും യാ ഉമ്മത മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്തെ, നിങ്ങൾക്ക് നാശം. മാ അസ്റഅ ഹലകതകും, നിങ്ങൾ എത്ര പെട്ടെന്നാണ് നശിച്ചു പോയത്. ഹഉലാഇ സഹാബത്തു നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ മുതവാഫിറൂൻ, നബിയുടെ എത്രയോ സഹാബത്ത് നിങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. വഹാദിഹി സിയാബുഹു ലം തബ്ല, ഇത് നബിയുടെ വസ്ത്രമാണ്, അവിടുത്തെ വസ്ത്രം അത് നുരുമ്പിപ്പോയിട്ടില്ല. വആനിയതുഹു ലം തുക്സർ, നബി ഉപയോഗിച്ച പാത്രങ്ങൾ അത് പൊട്ടിപ്പോയിട്ടില്ല. വല്ലദീ നഫ്സി ബിയദിഹി, എന്നിട്ട് അദ്ദേഹം അല്ലാഹുവെ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്നകും ലഅലാ മില്ലത്തിൻ ഹിയ അഹ്ദാ മിൻ മില്ലത്തി മുഹമ്മദ്. അദ്ദേഹം അവരെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ്, മുഹമ്മദ് നബിയേക്കാൾ വലിയ മാർഗത്തിലാണോ, ആ മുഹമ്മദ് നബിയേക്കാൾ വലിയ സന്മാർഗത്തിലാണോ നിങ്ങൾ? അതല്ല, ഔ മുഫ്തതിഹു ബാബ ളലാലത്തിൻ, വലാലത്തിന്റെ വഴികേടിന്റെ കവാടങ്ങൾ നിങ്ങൾ തുറക്കുകയാണോ? ആ സമയത്ത് ആ ഹൽക്കയിൽ ഒരുമിച്ച് കൂടിയ ആളുകൾ, ദിക്ർ ഹൽക്ക നടത്തുന്ന ആളുകൾ, അവർ പറഞ്ഞൊരു വാക്യമുണ്ട്, വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ, അല്ലാഹുവാണേ സത്യം, മാ അറദ്നാ ഇല്ലൽ ഖൈർ, ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ ദിക്ർ ചെല്ലുന്നതിലൂടെ ഞങ്ങൾ നന്മ മാത്രമാണ് ഉദ്ദേശിച്ചത്. ബിദ്അത്തിന്റെ വക്താക്കൾ അവരെല്ലാ കാലത്തും പറയുന്ന കാര്യം ഇതാണ്, ഞങ്ങൾ മൗലിദ് ആഘോഷിക്കുന്നത് നബിയെക്കുറിച്ച് ആളുകൾ പഠിക്കാൻ വേണ്ടിയാണ്, നബിയുടെ ചരിത്രം അണവിറക്കാൻ വേണ്ടിയാണ്, നബിയെക്കുറിച്ച് ആളുകൾ അറിയുന്നതിന് വേണ്ടിയാണ്. ഞങ്ങൾ ഖൈറല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ആ സമയത്ത് മഹാനായ സഹാബി പറയുന്നു, വകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, നന്മ ഉദ്ദേശിക്കുന്ന എത്രയോ ആളുകളുണ്ട്, അവർക്ക് ആ നന്മ ലഭിക്കുന്നില്ല, അവർക്ക് ആ നന്മ ലഭിക്കാതെ പോവുകയാണ്. കാരണം എന്താണ്? നന്മ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് മാത്രം അത് ലഭിക്കുകയില്ല. ആ നന്മ ചെയ്യുന്ന വഴിയും അതിന്റെ മാർഗവും അതും ശരിയാകേണ്ടതുണ്ട് എന്ന പാഠമാണ് മഹാനായ സഹാബി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക് റഹിമഹുല്ലാ മദീനയുടെ പള്ളിയിൽ അവിടുന്ന് ദർസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു. എന്നിട്ട് ഇമാം മാലിക്കിനോട് ചോദിക്കുകയാണ്, മിൻ ഐന ഉഹ്രിം, ഞാൻ എവിടെ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? നമുക്കറിയാം മദീനക്കാർ അവർ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് അവർ ദുൽഹുലൈഫയിൽ വെച്ചിട്ടാണ്. ഇമാം അവർകൾ പറഞ്ഞു, മിൻ ദുൽഹുലൈഫയിൽ വെച്ച് താങ്കൾ ഇഹ്റാമിൽ പ്രവേശിച്ചു കൊള്ളുക. അവിടെ നിന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ചത്. ആ സന്ദർഭത്തിൽ ആ കടന്നു വന്ന വ്യക്തി പറയുകയാണ്, ഞാൻ റസൂലിന്റെ പള്ളിയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുകയാണ്, റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് വെച്ച് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം അവർകൾ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും അപ്രകാരം ചെയ്യാൻ പാടില്ല. നോക്കൂ, ആ കടന്നു വന്ന വ്യക്തി അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടും ദുൽഹുലൈഫയേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠമായത് അത് റസൂലിന്റെ പള്ളിയാണ്. റസൂലിന്റെ പള്ളിയാണ് ആ ദുൽഹുലൈഫയേക്കാൾ മഹത്വമുള്ളത്. അതുകൊണ്ട് ആ പള്ളി എത്തുന്നതിനെ കുറച്ചു മുൻപ് ഇഹ്റാമിൽ പ്രവേശിച്ചു എന്നതുകൊണ്ട് എന്ത് തടസ്സമാണുള്ളത് എന്ന രൂപത്തിലാണ് ആ വ്യക്തി വന്ന് ചോദ്യം ചോദിക്കുന്നത്. ഇമാം അവർകൾ പറഞ്ഞു, നീ അപ്രകാരം ചെയ്യാൻ പാടില്ല, നിന്റെ പേരിൽ ഫിത്ന ഞാൻ ഭയപ്പെടുന്നു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്ത് ഫിത്നയാണ് ഇതിൽ ഭയപ്പെടാനുള്ളത്? ഇമാം അവർകൾ പറയുകയുണ്ടായി, وأي فتنة أعظم من أن ترى أنك سبقت إلى فضيلة قصر عنها رسول الله صلى الله عليه وسلم. അള്ളാഹുവിന്റെ റസൂൽ ചെയ്യാത്ത, അള്ളാഹുവിന്റെ റസൂൽ മുന്നിടാത്ത ഒരു പ്രവർത്തനത്തിലേക്ക് ആ റസൂലിനേക്കാൾ മുൻപ് നീയാണ് അതിലേക്ക് മുൻകടന്നവൻ എന്ന് നീ കരുതുന്നതിനേക്കാൾ അതിനേക്കാൾ വലിയ ഫിത്ന എന്താണുള്ളത് എന്ന് ഇമാം അവർകൾ അദ്ദേഹത്തോട് ചോദിച്ചതായി കാണാം. ഇതാണ് ബിദ്അത്തിന്റെ അതിന്റെ ഒന്നാമത്തെ അപകടമായി നാം മനസ്സിലാക്കേണ്ടത്. ബിദ്അത്തുകൾ അത് മുഴുവൻ വഴികേടാണ്. രണ്ടാമത്തെ അപകടമായി പണ്ഡിതന്മാർ പറയുന്നു, അൽ ബിദ്അത്തു മർദൂദത്തുൻ, ബിദ്അത്തുകളെല്ലാം തള്ളപ്പെടുന്നതാണ്. ബിദ്അത്തുകാരൻ നിർവഹിക്കുന്ന ബിദ്അത്തായിട്ടുള്ള അവന്റെ നമസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, സ്വലാത്താകട്ടെ, ദിക്റാകട്ടെ, അതൊന്നും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അവന്റെ പ്രയത്നങ്ങൾ, അവനൊഴിച്ച ഉറക്കമൊഴിച്ച ആ രാവുകൾ, അതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ഈ ദീനിലില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും
പുതുതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്, അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. ബിദ്അത്തിന്റെ മൂന്നാമത്തെ അപകടമാണ് ബിദ്അത്ത് ഉണ്ടാക്കുന്നവൻ, ബിദ്അത്തുകാരൻ, അവൻ ദീനിനെ ആക്ഷേപിക്കുന്നവനാണ്. കാരണം എന്താണ്? ബിദ്അത്ത് ഉണ്ടാക്കുന്നവൻ അവൻ വാദിക്കുന്നത് എന്താണ്? ഈ ദീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും വിട്ടുപോയിട്ടുണ്ട്, ഇതിൽ പലതും ചേർക്കാനുണ്ടായിരുന്നു, അത് അല്ലാഹു വിട്ടുപോയതാണ് എന്നവൻ അവന്റെ നാവ് കൊണ്ട് പറയുന്നില്ലെങ്കിലും അവന്റെ പ്രവർത്തനത്തിലൂടെ, അവന്റെ ചെയ്തികളിലൂടെ അവൻ വാദിക്കുന്നത്, അവൻ പറയാതെ പറയുന്നത് ഈ ഒരു കാര്യമാണ്. ഈ ദീൻ പൂർണ്ണമല്ല, ഈ ദീൻ സമ്പൂർണ്ണമല്ല എന്നാണ് ബിദ്അത്തുകാരൻ ആക്ഷേപിക്കുന്നത്, അല്ലെങ്കിൽ ബിദ്അത്തുകാരൻ അവൻ വാദിക്കുന്നത്. നാലാമത്തെ അപകടമായി പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഖദ്ഹു ഫീ ബലാഗിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആരോപണം ഉന്നയിക്കുന്നവനാണ് ബിദ്അത്തുകാരൻ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ നമുക്ക് പൂർണ്ണമായും അവിടുന്ന് എത്തിച്ചു നൽകിയിട്ടുണ്ട്. എന്നിട്ട് നബിക്കറിയാത്ത ഒരു കാര്യം, നബി പഠിപ്പിക്കാത്ത ഒരു കാര്യം ബിദ്അത്തുകാരൻ പിൽക്കാലത്ത് ഉണ്ടാക്കുമ്പോൾ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ബിദ്അത്തുകാരൻ നബിയുടെ മേൽ രണ്ട് പ്രധാനപ്പെട്ട ആരോപണങ്ങളാണ് നബിയുടെ മേൽ അവർ ആരോപിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ബിദ്അത്തുകാരൻ അവൻ പറയുന്നത്, അതല്ലെങ്കിൽ അവൻ പറയാതെ പറയുന്ന കാര്യം, ഈ കാര്യം, ഈ ബിദ്അത്തായ കാര്യം, ഇത് നബി ദിനാഘോഷമാകട്ടെ മറ്റു വല്ല ഏത് ബിദ്അത്താകട്ടെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാമായിരുന്നു. പക്ഷേ നബി നമുക്കത് അറിയിച്ചു നൽകിയില്ല. നബിക്കറിയാമായിരുന്നിട്ടും നബി അത് മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നബിയുടെ മേൽ വഞ്ചന ആരോപിക്കുന്ന ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദീൻ അത് പൂർണ്ണമായും നമുക്ക് എത്തിച്ചു നൽകിയിട്ടില്ല, അവിടുത്തെ പ്രബോധനത്തിൽ നമ്മോട് വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് ബിദ്അത്തുകാരൻ വാദിക്കുന്നത്. രണ്ടാമത്തെ ഗുരുതരമായ ആരോപണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നന്മയെക്കുറിച്ച് അറിയുമായിരുന്നില്ല. സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഈ നല്ല കാര്യത്തെക്കുറിച്ച് റസൂലിന് അറിവില്ല. റസൂലിന് ശേഷം വന്ന പിൽക്കാലക്കാരാണ് ഇതൊക്കെ അറിയുന്നവർ എന്ന് റസൂലിന്റെ പേരിൽ ജഹൽ ആരോപിക്കുക. റസൂൽ അറിവില്ലാത്തവരാണ്, ഇതിനെ കുറിച്ച് അറിയാത്തവരാണ് എന്ന് റസൂലിന്റെ മേൽ ആരോപിക്കുന്നവരാണ് ബിദ്അത്തുകാർ എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബിദ്അത്തിന്റെ അഞ്ചാമത്തെ അപകടമാണ് ബിദ്അത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, ആ ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകൾ. അവരെന്താണ് പറയാറുള്ളത്? ഇത് അള്ളാഹു കൽപ്പിച്ചതാണ്, ഇത് റസൂൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞതാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ്, സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഇബാദത്താണ് എന്നിങ്ങനെ അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ, ദീനിന്റെ പേരിൽ കളവ് പറയുന്നവർ, കളവ് കെട്ടിച്ചമയ്ക്കുന്ന ആളുകളാണവർ. അതുകൊണ്ട് ബിദ്അത്തുകാരൻ അവൻ അള്ളാഹുവിന്റെ പേരിലും റസൂലിന്റെ പേരിലും കളവ് പറയുന്നവനാണ്, കള്ളം കെട്ടിച്ചമയ്ക്കുന്നവനാണ്. അള്ളാഹു ചോദിച്ചില്ലേ, വമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അവനേക്കാൾ വലിയ അക്രമിയായി മറ്റാരുണ്ട്? റസൂൽ പറയുകയാണ്, മൻ യഖുൽ അലയ്യ മാ ലം അഖുൽ, ഞാൻ പറയാത്തത് എന്റെ പേരിൽ പറയുന്നവൻ, എന്റെ പേരിൽ കെട്ടിച്ചമക്കുന്നവൻ, ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ, അവൻ നരകത്തിൽ അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ബിദ്അത്തിന്റെ ആറാമത്തെ അപകടമാണ് ബിദ്അത്തുകൾ. അല്ലാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള കാര്യമാണ്, അല്ലാഹുവിന് അങ്ങേയറ്റം കോപമുള്ള കാര്യമാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇന്ന അബ്ഗദൽ ഉമൂരി ഇലല്ലാഹിൽ ബിദ്അ, കാര്യങ്ങളിൽ വെച്ച് അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ളത്, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ളത് അത് ബിദ്അത്തുകളാകുന്നു, ദീനിലേക്ക് പുതുതായി കടത്തിക്കൂട്ടിയ കാര്യങ്ങളാകുന്നു എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ബിദ്അത്തുകാരൻ അവൻ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ, അവന്റെ പ്രയത്നങ്ങൾ, അതെല്ലാം അള്ളാഹുവിന്റെ കോപമാണ് അവനിലേക്ക് നേടിക്കൊടുക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഒരു കാര്യം രേഖപ്പെടുത്തിയതായി കാണാം. ഒരാൾ ബിദ്അത്തിൽ എത്രത്തോളം പരിശ്രമിക്കുന്നുവോ അത്രത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവിന്റെ കോപം അവനിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബിദ്അത്തിന്റെ ഏഴാമത്തെ അപകടമാണ് ഒരാൾ ബിദ്അത്ത് ഉണ്ടാക്കുകയാണ്. ഒരാൾ ബിദ്അത്ത് ഉണ്ടാക്കുകയും എന്നിട്ട് ആരെങ്കിലുമൊക്കെ ആ ബിദ്അത്തിൽ അദ്ദേഹത്തെ അനുകരിക്കുകയും അദ്ദേഹത്തെ ഫോളോ ചെയ്യുകയും ചെയ്താൽ, ആരാണോ ആ ബിദ്അത്തിന് തുടക്കം കുറിച്ചത്, ആ ബിദ്അത്തിന് അസ്ഥിവാരമിട്ടവൻ ആരാണോ, അവന് ആ ബിദ്അത്തനുസരിച്ച് ചെയ്തവരുടെ കുറ്റമെല്ലാം ഇവൻ ഏൽക്കേണ്ടി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് ബിദ്അത്തിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും സുന്നത്തിൽ അധിഷ്ഠിതമായി ഇബാദത്തുകളും കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ബിദ്അത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത്. അതിൽ 7ഓളം അപകടങ്ങൾ നാം സൂചിപ്പിക്കുകയുണ്ടായി. 8ാമത്തെ അപകടമായി പണ്ഡിതന്മാർ പറയുന്നു, ബിദ്അത്തുകാർ അവർ നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദിൽ നിന്ന് അവർ ആട്ടി അകറ്റപ്പെടുന്നതാണ്. തേനിനേക്കാൾ മധുരമുള്ള, പാലിനേക്കാൾ വെളുപ്പുള്ള ആ
പാനീയത്തിൽ നിന്ന്, ആ ഹൗദുൽ കൗസറിൽ നിന്ന് അവർ ആട്ടി അകറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം. നാളെ പരലോകത്ത് ഹൗദിൻ്റെ അടുക്കലേക്ക് ചില ആളുകൾ ഇങ്ങനെ ഓടി വരും. റസൂൽ പറയും, അവരെൻ്റെ ഉമ്മത്താണല്ലോ. ആ സമയത്തതാ അവർക്കും റസൂലിനും ഇടയിൽ ഒരു മറയിടപ്പെടുന്നതാണ്. എന്നിട്ട് റസൂൽ അള്ളാഹുവിനോട് പറയും, അവരെൻ്റെ ഉമ്മത്താണ്. ആ സമയത്ത് റസൂലിന് മറുപടി നൽകപ്പെടുകയാണ്, ഇന്നക ലാ തദ്രീ മാ അഹ്ദസൂ ബഅദക. റസൂലെ, താങ്കളുടെ കാലശേഷം അവർ ദീനിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, ദീനിൽ അവർ ഉണ്ടാക്കിയ ബിദ്അത്തുകളെ കുറിച്ച് താങ്കൾക്കറിയില്ല. ആ സമയത്ത് റസൂൽ അവരോട് പറയുന്നു, സുഹ്കൻ സുഹ്ക ലിമൻ ഗയ്യറ ബഅദി. എൻ്റെ കാലശേഷം ദീനിനെ ബിദ്അത്തുകളാൽ വ്യതിയാനപ്പെടുത്തിയ ആളുകളെ നിങ്ങൾ ദൂരത്തേക്ക് പോവുക, നിങ്ങൾ മാറി നിൽക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുന്നതാണ്. 10ാമത്തെ അപകടമായി പണ്ഡിതന്മാർ പറയുന്നു, ബിദ്അത്തുകാരൻ അവന് തൗബ ചെയ്യാനുള്ള അവസരം അതില്ലാതാകുന്നതാണ്. അതല്ലെങ്കിൽ അവൻ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാനുള്ള സാധ്യത അതങ്ങേയറ്റം വിരളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ഹജബത് തൗബത അൻ കുല്ലി സാഹിബി ബിദ്അത്തിൻ ഹത്താ യദഅ ബിദ്അതഹു. ഒരു ബിദ്അത്തുകാരൻ അവനവൻ്റെ ബിദ്അത്ത് ഉപേക്ഷിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ തൗബ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ബിദ്അത്തുകൾ ചെയ്യുന്ന ആളുകൾ നല്ല സ്വലാത്തല്ലേ, ദിക്റല്ലേ, നബിദിനാഘോഷമല്ലേ, പ്രവാചക സ്നേഹമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിദ്അത്തുകൾ ചെയ്യുന്നവർ അവർ നന്മയാണ് എന്നുദ്ദേശിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഒരിക്കലും തിന്മയാണ് എന്ന നിലക്കല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലം ലഭിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുക എന്നുള്ളത് അതങ്ങേയറ്റം വിരളമായ കാര്യമാണ്. എന്നാൽ തിന്മ ചെയ്യുന്നവർ അങ്ങനെയല്ല. കള്ളു കുടിക്കുന്നവന്, വ്യഭിചരിക്കുന്നവൻ, അവനറിയാം ഞാൻ ചെയ്യുന്നത് തിന്മയാണ്, അവൻ തൗബ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിൽ അകപ്പെട്ടു പോയ ആളുകൾ അവർ വിചാരിക്കുന്നത് ഇതെന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. പിന്നെ എങ്ങനെയാണ് അവർ അതിൽ നിന്ന് തൗബ ചെയ്യുക? അതുകൊണ്ട് അതിൻ്റെ അർത്ഥം ബിദ്അത്തിൻ്റെ ആളുകൾ അവർ തൗബ ചെയ്യാനുള്ള സാധ്യത അത് വളരെ വിരളമാണ് എന്നതാണ്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്യം കാണാം, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ് മിനൽ മഅസിയഹ്. ഇബ്ലീസിന് തെറ്റുകളെക്കാൾ, പാപങ്ങളെക്കാൾ ബിദ്അത്താണ് ഇബ്ലീസിന് അങ്ങേയറ്റം ഇഷ്ടം. കാരണം എന്താണ്? തെറ്റുകൾ ചെയ്യുന്നവൻ അൽ മഅസിയതു യുതാബു മിൻഹാ, തെറ്റിൽ നിന്ന് ചിലപ്പോൾ തൗബ ചെയ്തേക്കാം. കാരണം തെറ്റ് ചെയ്യുന്നവൻ്റെ മനസ്സിലറിയാം ഇത് തെറ്റാണ് എന്ന ബോധ്യം അവനുണ്ട്. എന്നാൽ വൽ ബിദ്അതു ലാ യുതാബു മിൻഹാ, എന്നാൽ ബിദ്അത്തുകാരൻ അവൻ്റെ ബിദ്അത്തിൽ നിന്ന് തൗബ ചെയ്യാനുള്ള സാധ്യത അങ്ങേയറ്റം വിദൂരമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബിദ്അത്തിൻ്റെ 11ാമത്തെ അപകടമാണ്, ഒരു ബിദ്അത്ത് കടന്നു വരുമ്പോൾ, ഒരു ബിദ്അത്ത് അത് വേരുറപ്പിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് ഒരു സുന്നത്താണ്. അതല്ലെങ്കിൽ ഒരു സുന്നത്ത് അവിടെ ഇല്ലാതാവുകയാണ്, ജനങ്ങൾ അതിനെക്കുറിച്ച് അറിയാതാവുകയാണ്. കൂട്ടമായ പ്രാർത്ഥനകൾ കടന്നു വരുമ്പോൾ ഓരോ ആളുകളും നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ അറിയുന്നില്ല. പ്രാർത്ഥനയിലുള്ള ഖുശൂഉം അവിടെയുള്ള മനസ്സാന്നിധ്യവും ഒക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. എത്രയെത്ര സ്വലാത്തുകളാണ് ബിദ്അത്തിന്റെ സ്വലാത്തുകൾ നടത്തിക്കൂട്ടിയ ആളുകൾ, അവർക്ക് ശരിയായ സ്വലാത്തിന്റെ രൂപം അറിയില്ല. ഇത്തരത്തിൽ ഏത് ബിദ്അത്താകട്ടെ, ആ ബിദ്അത്ത് ഉണ്ടാക്കുമ്പോൾ, ആ ബിദ്അത്ത് ദീനിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് ഒരു സുന്നത്താണ് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തിയതായി കാണാം. ഇമാം ഇബ്നു അബ്ബാസ്, മഹാനായ സ്വഹാബി, അദ്ദേഹം പറയുകയാണ്, മാ അതാ അലന്നാസി ആമുൻ ഇല്ലാ അഹ്ദസു ഫീഹി ബിദ്അതൻ. ജനങ്ങളിലേക്ക് ഓരോ വർഷവും കടന്നു വരുമ്പോൾ അവർ ഓരോ ബിദ്അത്തുകൾ ഇങ്ങനെ ദീനിലേക്ക് ഉണ്ടാക്കുകയാണ്. വഅമാതു ഫീഹി സുന്നതൻ, അങ്ങനെ ഒരു സുന്നത്തിനെ അവർ അതുവഴി ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഹത്താ തഹിയൽ ബിദ്ഉ വതമൂത സുനൻ. അങ്ങനെ ബിദ്അത്തുകൾ അത് സജീവമാവുകയും സുന്നത്തുകൾ അത് മരിച്ചു പോവുകയും ഇല്ലാതാവുകയും ചെയ്തു. ആളുകൾക്ക് സുന്നത്തിനെ കുറിച്ച് അറിയില്ല. ആളുകൾ കരുതിയിരിക്കുന്നത് ഇതാണ് ദീൻ എന്നാണ്. ബിദ്അത്തുകൾ അത് അത്രയും വേരുറപ്പിച്ച് അത് സജീവമായതോടുകൂടി ആളുകൾക്ക് സുന്നത്തിനെ കുറിച്ച് ഓർമ്മയില്ലാതെ സുന്നത്ത് ഏതാണ് ബിദ്അത്ത് ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സുന്നത്തുകൾ നഷ്ടപ്പെടുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ബിദ്അത്തിന്റെ 12ാമത്തെ അപകടമാണ് ബിദ്അത്തുകൾ അത് പരസ്പരമുള്ള വിദ്വേഷത്തിന്, പരസ്പരമുള്ള അനൈക്യത്തിന്റെ കാരണമാണ് ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്തിന്റെ ആളുകൾ, അവരെ കുറിച്ച് നമ്മൾ എന്താണ് പറയാറുള്ളത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും ഐക്യത്തിന്റെയും ആളുകൾ. അവർ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പേരിൽ ഒരുമിച്ച ആളുകളാണ്. ബിദ്അത്തിന്റെ ആളുകളെ കുറിച്ച് എന്താണ് പറയാറുള്ളത്? അഹ്ലുൽ ബിദ്അ വൽ ഫുർഖ, അവർ കക്ഷിത്വത്തിന്റെ, ഭിന്നിപ്പിന്റെ ആളുകളാണ് ബിദ്അത്തിന്റെ ആളുകൾ. അവരൊരു ബിദ്അത്ത് കൊണ്ടുവരികയും എന്നിട്ട് ആ ബിദ്അത്തിന്റെ പേരിൽ ആരൊക്കെ അവരോട് യോജിക്കുന്നുണ്ടോ അവരോട് ഇഷ്ടത്തിൽ കഴിയുകയും അതല്ലാത്ത ആളുകൾ അവരോട് അനൈക്യത്തിൽ കഴിയുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് ബിദ്അത്തിന്റെ ആളുകളുടെ പ്രധാനപ്പെട്ട ലക്ഷണം. അതാണ്. അതുകൊണ്ട് ബിദ്അത്തിന്റെ അപകടങ്ങൾ തിരിച്ചറിയുകയും ആ ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഇൽ ഹുദാ വലാ തകു ബിദ്ഇയ്യൻ ലഅല്ലക തുഫ്ലിഹു. അല്ലാഹുവിന്റെ ഹബിലായ ഖുർആനിനെ നീ മുറുകെ പിടിക്കുക, റസൂലിന്റെ ചര്യയെ നീ പിന്തുടരുക. വലാ തകു ബിദ്ഇയ്യൻ, നീ ഒരിക്കലും ബിദ്അത്തുകാരനാകാൻ പാടില്ല, ബിദ്അത്തിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. ലഅല്ലക തുഫ്ലിഹു, അങ്ങനെയാണെങ്കിൽ ഈ ദുനിയാവിലും
ആഖിറത്തിലും നിനക്ക് വിജയിക്കാമെന്നും അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് സുന്നത്ത് മുറുകെ പിടിക്കുകയും ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.